എല്ലാവർക്കും നമസ്കാരം. 2025 ഡിസംബർ എത്തിയിരിക്കുകയാണ്. 2025 സുഖദുഃഖങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ഒരു സമ്മിശ്രിതമായിട്ട് നമ്മൾ കടന്നുപോയി അല്ലേ. അപ്പോൾ ഈ ഡിസംബർ മാസം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഡിസംബർ നമുക്കൊക്കെ 2025 വരെ പിന്നെ ക്രിസ്മസിൻ്റേതായ ഒരുക്കങ്ങൾ, പിന്നെ ശബരിമലയിലൊക്കെ ഞങ്ങളുടെ റൂട്ടിൽ ഇഷ്ടം പോലെ അയ്യപ്പന്മാർ പോവുകയാണ്, എല്ലാം ഭക്തിയോടുകൂടി. അപ്പോൾ എന്താണ് ഈ ഭക്തി? സത്യത്തിൽ ഭക്തി എന്താണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ഈ കഴിവുകൾ തന്ന ദൈവത്തിന് നന്ദി പറയുകയൊക്കെ അല്ലേ ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടി നമ്മളിലേക്ക് ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഏതൊരു മതവും നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ തല്ലുകൂടാനൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2026 സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ 25 കിട്ടിയ എല്ലാ നന്മകളും എല്ലാ കഴിവുകളും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഏതൊരു ജാതിയാണെങ്കിലും ഏതൊരു മതമാണെങ്കിലും ഒരു എനർജിയുണ്ട്, ഒരു ദൈവമുണ്ട്, നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരോട് നന്ദി പറയുമ്പോൾ നമ്മളുടെ കഴിവുകൾ കൂടുകയും ഞങ്ങളുടെ ആരോഗ്യം സന്തോഷപ്രദമാകുകയും നല്ല എനർജിയൊക്കെ ഉണ്ടാവുകയും ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢതയുണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് 2025 ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഒരു നന്ദിയുടേതും നമ്മളെ തന്നെ വിചിന്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു കഴിവ് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആകുവാനായിട്ട് എല്ലാവർക്കും ആഹ്വാനം ചെയ്യുന്നു. ലവ് യു.